ഞാനൊരു കാര്യം പറയട്ടെ. മഹാനായ നബിയുല്ലാഹി ഈസ അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിന്റെ ഹബീബായ നബിയാണ്. ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാം നേരിട്ട് പറഞ്ഞതാണ്, വഉഹ്യിൽ മൗത, മരിച്ചവരെ ഞാൻ ജീവിപ്പിക്കും. മരിച്ചവരെ ജീവിപ്പിക്കേ. അള്ളാഹു അല്ലേ മരിച്ചവരെ ജീവിപ്പിക്കാൻ കഴിയുള്ള മനുഷ്യൻ ഉള്ള ആൾ? മനുഷ്യ കഴിവിന് അതീതമല്ലേ മരിച്ചവരെ ജീവിപ്പിക്കൽ? കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമല്ലേ മരിച്ചവരെ ജീവിപ്പിക്കൽ? അഭൗതികമായ കഴിവല്ലേ മരിച്ച മനുഷ്യനെ ജീവിപ്പിക്കൽ? അങ്ങനെ ജീവിപ്പിക്കാൻ ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ നല്ല ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞത്. കൊണ്ടുവരും മരിച്ച ആൾക്കാർ വഹീൽ മൗതാബി ഇതില്ല, മരിച്ചവരെ ഞാൻ ജീവിപ്പിക്കാം, അള്ളാഹ് എനിക്ക് കഴിവ് തന്നിട്ടുണ്ട്. നിഷേധിക്കാൻ സാധിക്കോ? വഹീൽ മൗതാബി ഇതില്ല, ഖുർആനാണ്. മരിച്ചവരെ ഞാൻ ജീവിപ്പിക്കുമെന്ന് നബിയുല്ലാഹി ഈസ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു. മനുഷ്യ കഴിവിന് അതീതമല്ലേ? ഇങ്ങനെ കഴിവ് ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അള്ളാഹു നൽകിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അത് ശിർക്കാവുമോ കുഫ്റാവുമോ? അങ്ങനെയെങ്കിൽ ആരെയൊക്കെ നിങ്ങൾ കാഫിറാക്കണം, മുശ്രിക്കാക്കണം? ഇത് അമ്പിയാക്കൾക്കും ഔലിയാക്കൾക്കും ഇത്തരത്തിലുള്ള കഴിവുകൾ സർവ്വസാധാരണമാണ്. വഉഹ്യിൽ മൗത, മരിച്ചവരെ ഞാൻ ജീവിപ്പിക്കും. വഉഹ്യിൽ മൗത, മരിച്ചവരെ ഞാൻ ജീവിപ്പിക്കും. വഉഹ്യിൽ മൗത, മരിച്ചവരെ ഞാൻ ജീവിപ്പിക്കും. വഉഹ്യിൽ മൗത, മരിച്ചവരെ ഞാൻ ജീവിപ്പിക്കും.